നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തെ നടുക്കുകയും ഒരു വിചാരണകൾക്ക് ഇടയാക്കുകയും ചെയ്ത ചാരക്കേസ് ഉന്നതനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കാമപൂർത്തീകരണത്തിന് മറിയം റഷീദ വംശവതയാകാതെ വന്നതിലെ പക പോക്കലായിരുന്നുവെന്ന് CBI കണ്ടെത്തൽ വീണ്ടും കേരളത്തെ ഞെട്ടിക്കുകയാണ്. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ രഹസ്യങ്ങൾ മാലിക്കാരായ 2 സ്ത്രീകൾ മുഖേന ISROയിലെ ഒരു നിരശാസ്ത്രജ്ഞർ വിദേശങ്ങളിലേക്ക് ചോർത്തിയെന്ന കഥ രാജ്യത്തെ നടുക്കിയ സംഭവമാണ്. കുപ്രസിദ്ധമായ ഈ കേസ് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന K. കരുണാകരന്റെ സ്ഥാനചലനത്തിന് വരെ വഴിവെക്കുകയും ചെയ്തു. മറിയം റഷീദയും ഫൗസിയ ഹസനും മലയാളികളുടെ മനസ്സിൽ ഇന്നും മായാത്ത പേരുകളാണ്. പോലീസ് കസ്റ്റഡിയിൽ വിവസ്ത്രരാക്കി കേരള പോലീസിന്റെ ക്രൂരമായ മർദ്ദനങ്ങൾക്ക് ഇരയാക്കപ്പെട്ട 2 വിദേശ സ്ത്രീകൾ. ശരീരം ചവച്ചു നുറുക്കിയ ഫൗസിയ ഹസൻ എന്ന മാലി സിനിമാ താരം 2 വർഷം മുൻപ് ഹൃദയം നുറുങ്ങി മരിച്ചു. നമ്പിനാരായൺ ഉൾപ്പെടെ ഒട്ടേറെ ശാസ്ത്ര പ്രതിഭകൾ ലോകകപ്പിൽ അതിക്രൂരമായി മർദ്ദിക്കപ്പെട്ട കേസ് കേരള പോലീസിന് എക്കാലവും കളങ്കമായി മാറിയിരിക്കുന്നു. തിരുവനന്തപുരം ISROയിലെ ഉദ്യോഗസ്ഥരായിരുന്ന ഡോക്ടർ ശശികുമാരനും ഡോക്ടർ നമ്പിനാരായണനും ചേർന്ന് മറിയം റഷീദ എന്ന മാലി സ്വദേശിനി വഴി ഇന്ത്യയുടെ ബഹിരാകാശ പരിപാടിയുടെ രഹസ്യങ്ങൾ വിദേശികൾക്ക് ചോർത്തി നൽകിയെന്നതായിരുന്നു ആരോപണം. നമ്പിനാരായണൻ പോലീസ് കസ്റ്റഡിയിൽ ആഴ്ചകളോളം പോലീസിന്റെ അതിക്രൂര മർദ്ദനങ്ങൾക്ക് ഇരയാവുകയും ചെയ്തിരുന്നു. ISRO ചാരക്കേസിന് പിന്നിൽ ഗൂഢാലോചന നടത്തിയത് അന്നത്തെ സ്പെഷ്യൽ ബ്രാഞ്ച് സർക്കിൾ ഇൻസ്പെക്ടർ സ്മാർട്ട് വിജയൻ എന്ന S. വിജയനാണെന്ന ആരോപണവുമായി CBI കുറ്റപത്രം പുറത്തുവരികയാണ്. മാലിക്കാരി മറിയം റഷീദയെ വിജയൻ കടന്നുപിടിക്കാൻ ശ്രമിച്ചത് അവർ എതിർത്തതാണ് ഗൂഢാലോചനയിലേക്ക് നീങ്ങിയതെന്നാണ് CBIയുടെ കണ്ടെത്തൽ. കേരള രാഷ്ട്രീയത്തിൽ തന്നെ വൻ കോളിളക്കത്തിന് കാരണമായ ചാരക്കേസിൽ ആക്ഷേപിക്കപ്പെട്ടവരും പീഡിപ്പിക്കപ്പെട്ടവരും ശിക്ഷിക്കപ്പെട്ടവരും ഒക്കെ നിരപരാധികളായിരുന്നു. എന്നിരിക്കെ കേരള പോലീസിന് ഈ കേസ് എക്കാലത്തെയും കളങ്കമായി മാറുകയാണ്. വേശ്യാവൃത്തിക്കും ബലാത്സംഗത്തിനും വംശവതരാകാത്ത സ്ത്രീകളെ കേസിൽപ്പെടുത്തി കൊല്ലാകൊല ചെയ്യാൻ മടിക്കാത്ത ഇത്തരം പോലീസ് ഉദ്യോഗസ്ഥരെ തുറുങ്കിലടയ്ക്കാൻ ഭരണകൂടം ചങ്കൂറ്റം കാണിക്കേണ്ടതായിരുന്നു. 1994 ഒക്ടോബർ 10 തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലെത്തിയ മറിയം റഷീദ, ഫൗസിയ ഹസൻ എന്നിവരുടെ പാസ്പോർട്ടും ടിക്കറ്റും സ്പെഷ്യൽ ബ്രാഞ്ച് CA എന്ന വിജയൻ വാങ്ങിവെച്ചതോടെയാണ് ചാരക്കേസിന് തുടക്കം. 2 ദിവസത്തിന് ശേഷം വിജയൻ മറിയം റഷീദ താമസിച്ച ഹോട്ടലിലെത്തി അവരെ കടന്നുപിടിക്കാൻ ശ്രമിച്ചപ്പോൾ അവർ എതിർത്തു. അവിടെ നിന്ന് മടങ്ങിയ വിജയൻ മറിയം റഷീദ ഒരു ശാസ്ത്രജ്ഞനുമായി നിരന്തരം ബന്ധപ്പെടുന്നുവെന്ന് മനസ്സിലാക്കുകയും അക്കാര്യം സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന R. രാജീവിനെയും SIB അസിസ്റ്റന്റ് ഡയറക്ടറായ RB ശ്രീകുമാറിനെയും അറിയിക്കുകയും ചെയ്തു. വിസയും ടിക്കറ്റും മടക്കി നൽകാതെ അവരെ തടഞ്ഞുവെച്ച വിജയൻ ഫോറിനേഴ്സ് ആക്ട് പ്രകാരം മറിയത്തിനെതിരെ കേസെടുക്കുകയും ഓഫീസിൽ വിളിച്ചു വരുത്തി അറസ്റ്റും ചെയ്തു. പിന്നീട് അതിക്രൂരവും പൈശാചികവുമായ പീഡനത്തിന്റെ ദിവസങ്ങളായിരുന്നു. ചാരവൃത്തി നടന്നതായും ഉന്നത ശാസ്ത്രജ്ഞർ രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ചോർത്തിയെന്നുമൊക്കെയുള്ള നിറം പിടിപ്പിച്ച കഥകൾ മെനഞ്ഞു. പത്രങ്ങൾക്ക് നൽകിയതുമൊക്കെ പോലീസ് തന്നെയായിരുന്നു. മറിയം റഷീദയെ അറസ്റ്റ് ചെയ്ത് 23 ദിവസം കഴിഞ്ഞാണ് ചാരക്കേസ് രജിസ്റ്റർ ചെയ്തത്. ഇരുട്ടുമുറിയിൽ പൂർണ്ണ നഗ്നയാക്കി നിർത്തി മുട്ടുകാൽ തല്ലിച്ചതയ്ക്കാൻ പോലും മടിക്കാത്ത പോലീസ്. കാമവെറി പൂണ്ട പോലീസുകാരന്റെ ലൈംഗിക ഉദ്യമങ്ങൾക്ക് വംശവതയാകാത്ത സ്ത്രീയെ വർഷങ്ങളോളം ജയിലിലടയ്ക്കാൻ വിധം കേസുണ്ടാക്കിയ ക്രൂരതയ്ക്ക് കാലം മാപ്പ് നൽകിയേ തീരൂ. മറിയം റഷീദയെ അറസ്റ്റ് ചെയ്തതു മുതൽ 12 ദിവസം പോലീസ് കസ്റ്റഡി ലഭിച്ചിട്ടും വിജയൻ കൂടുതൽ ദിവസം കസ്റ്റഡി വേണമെന്ന ആവശ്യം കോടതിയിൽ ഉന്നയിച്ചു. നിയമപരമായി അതിന് സാധ്യതയില്ലെന്ന് വന്നപ്പോൾ കസ്റ്റഡി കാലാവധി തീരുന്നതിന് തൊട്ടുമുൻപ് ചാരക്കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണ് ചാരവൃത്തി കേസിന് പിന്നിലെ ഗൂഢാലോചന CBI വീണ്ടും അന്വേഷിച്ചതും കേരളത്തെ നടുക്കിയ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചതും. പിൽക്കാലത്ത് പ്രതികൾക്ക് നഷ്ടപരിഹാരം നൽകിയെങ്കിലും കേരളത്തിന് ഇന്നും മാനക്കേടായി ബാക്കി നിൽക്കുന്നു ISRO ചാരക്കേസ്.